ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കംഫർട്ട് സോണിനെ കുറിച്ചാണ് കേട്ടോ. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. വളരെ സുരക്ഷിതമായൊരു സ്ഥലം, അതായത് അങ്ങനെ ഒരു ഇടം എന്നൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും പലർക്കും ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ചെറിയ സാലറിയുടെ ഒരു ജോബോ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു സാലറിയോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയോ, പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്വത്തോ ഒക്കെ ആയിരിക്കാം. അതായത് നമ്മൾ അത് വെച്ചിട്ട് തൃപ്തിപ്പെടുകയാണ്, ഇത്രയ്ക്ക് മതി, അല്ലെങ്കിൽ ഇതുകൊണ്ട് മതി എന്നുള്ള രീതിയിൽ. അതായത് ഡിസ്കംഫേർട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അവർക്ക് വിജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരാളും നോക്കാം, വിജയിക്കണം, പറ്റുമൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ച് വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ഡിസ്കംഫേർട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് കംഫേർട്ടായേ തീരൂ, അതിനുവേണ്ടി അവർക്ക് ശ്രമിച്ചേ തീരൂ. പക്ഷേ കംഫേർട്ടിലിരിക്കുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്താ ചിന്തിക്കുക, ഇത്രയൊക്കെ മതി. പക്ഷെ അല്ലാത്തവരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചൊരു ഗോളിലെത്തണം, വിചാരിച്ച സ്വപ്നത്തിലെത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പേടിക്കുകയാണ് ചെയ്യുന്നത്, ഈ ഡിസ്കംഫർട്ടിനെ പേടിക്കുക ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ചെറിയ സാലറിയുടെ ജോബിനേക്കാൾ ഇമ്പോർട്ടൻസ് ഞാൻ ഒരു സക്സസ്സിലെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണെങ്കിൽ അത് എനിക്ക് ശരിയാവുമോ? ഇപ്പോൾ ഈ ജോലിയൊക്കെ വെച്ചങ്ങോട്ട് പോയാൽ പോരെ, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? പല ചെറിയ റിസ്കുകൾ പോലും എടുക്കാൻ പലർക്കും പേടിയാണ്. പക്ഷേ അവർക്ക് ആഗ്രഹമുണ്ട് അല്ലേ, വിജയിക്കണം. പക്ഷേ റിസ്ക് എടുക്കാനോ കംഫർട്ട് സോണിൽ നിന്ന് മാറാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ്, വിജയത്തിലെത്താൻ പറ്റില്ല. ഡിസ്കംഫേർട്ട് തന്നെയാണ് നമ്മളെ നേരായിട്ടുള്ളൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെന്താണ്, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്കില്ലാത്ത ആ ഒരു കംഫേർട്ട് സോൺ തേടി അല്ലേ, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, കംഫേർട്ട് സോൺ ഇല്ലാത്തൊരു വ്യക്തിക്ക്, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തൊരു വ്യക്തി തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. നമുക്ക് കംഫേർട്ട് സോൺ ഇല്ല അല്ലേ, അല്ലെങ്കിൽ ഉള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി ഉണ്ട്, പക്ഷേ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളവൻ എന്ത് ചെയ്യും, നമ്മുടെ കംഫേർട്ട് സോൺ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട്, നമുക്കിതല്ല അല്ലേ, നമ്മുടെ ലക്ഷ്യം ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിയലായിട്ടുള്ള നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ റിയലായിട്ടുള്ള ഡ്രീമിലേക്ക് നമ്മൾ അടുക്കും. അത്തരത്തിൽ എന്നാണോ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കംഫർട്ട് സോൺ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നമുക്ക് രക്ഷപ്പെട്ടേ തീരുന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലെത്തും. അപ്പോൾ കംഫർട്ട് സോൺ ഉള്ളവരൊക്കെ എന്താണ്, അതൊന്ന് ബ്രേക്ക് ചെയ്യുക, റിസ്ക് എടുക്കുക. അല്ലാത്തവരാരും ഇതുവരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്